ഭാസ്കരക്കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. ഷെറിന് ജയിൽ മോചനം അനുവദിച്ച മന്ത്രിസഭായോഗ തീരുമാനം വിവാദമായതിനു പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ജയിലിനുള്ളിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനം ടിവിയോട് വെളിപ്പെടുത്തിയത് പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ. ഷെറിന് മാത്രമാണ് അവിടെ പരിഗണനകൾ കിട്ടിയിരുന്നത്. ഷെറിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഷെറിൻ പറയുന്ന ഭക്ഷണം ഷെറിൻ പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ മറ്റുള്ള തടവുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺവിക്റ്റ് പ്രസനായാലും റിമാൻഡ് തടവുകാരനായാലും 2 ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ്, ഒരു മൊന്ത, ഒരു ഗ്ലാസ്, ഒരു ജംകാളം, ഒരു കിടക്കാൻ ഒരു പായ മാത്രമാണ് ഒരു തടവുകാരൻ കിട്ടുക. അതേസമയം ഷെറിൻ്റെ റൂമിൽ ഷെറിന് കിടക്കാനായിട്ടൊരു ഷെറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ്, ജമുക്കാളൊക്കെ മടക്കി ഒരു സൈഡിൽ വയ്ക്കും. പിന്നെ തലയണ, പിന്നെ ഒരു വലിയ ഒരു ഇത്ര പോന്ന ഒരു എന്താ പറയുക, നമ്മുടെ കാൽമുട്ടിനേക്കാൾ ഹൈറ്റുള്ള ഒരു വലിയ ബക്കറ്റ് നിറയെ അവരുടെ വസ്ത്രങ്ങൾ, ഒരു 6 ജോഡിയോളം വെള്ള ഡ്രസ്സ് മാത്രം, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു 10,000 രൂപയുടെയെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു. അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. ഷെറിന് മേക്കപ്പ് സാധനങ്ങൾ, മുഖം നോക്കാൻ മിറർ, അതൊക്കെ ഷെറിന് പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങളായി. ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ റൂമിൽ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐലൈനർ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതല്ല. കാരണം വെച്ചാൽ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാറ് ജയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് പരാതിയായിട്ട് എഴുതിയിട്ട് സുനിൽ തോമസ് സാറിനെ അറിയിച്ചു. അപ്പോൾ അന്ന് സുനിൽ തോമസ് സാർ അന്ന് ആ സമയത്ത് നേരിട്ട് കൊടുത്തു പരാതി. അപ്പോൾ സുനിൽ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ റൂമുകളും സെർച്ച് ചെയ്ത് ഷെറിൻ്റെ റൂമിൽ നിന്ന് ഈ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി. മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറിന് കൊടുത്ത എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാർ ആവശ്യപ്പെട്ടിട്ട് എല്ലാം എടുത്തു മാറ്റിയെന്ന്. ഈ ബെഡ്ഷീറ്റും ഒരു ബക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയെന്ന്. എന്നിട്ട് അന്നതുപോലെ സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നില്ലേ? സാറ് ചോദിച്ചിട്ടുണ്ടാവും, ഇത് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടാവും അവിടെ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അന്ന് ഞങ്ങൾ എല്ലാ തടവുകാരും നോക്കി നിൽക്കുകയാണ് റെയ്ഡ് നടന്നതും ഷെറിൻ്റെ റൂമിൽ നിന്ന് മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെട്ട എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയതെന്ന്. അതിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ലേ? മറ്റ് തടവുകാർക്ക് പ്രതിഷേധമൊന്നുമില്ല. കാരണം അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവർക്ക് ഐപാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ഷെറിൻ്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ലാളിക്കുന്ന പോലെയും സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറിയിരുന്നു. അവിടെ എല്ലാവരും, ഒരു സരസ്വതി എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു, ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു. അവരൊക്കെ ഓമനയായിട്ടാണ് ഷെറിനെ അവർ കൊണ്ടുവന്ന് നോക്കിയിരുന്നത്. പേരെടുത്ത് പറയാൻ കാരണം അവർ ഈ ഫോൺ ഉപയോഗിച്ചതിന് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെറിന് അവിടെ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി ഫോണിൽ നമ്പർ അടക്കം ഞാൻ അന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഇതുപോലെ പ്രശ്നം വെച്ചിരുന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പേരടക്കം ഞാനന്ന് പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തത്. ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല. അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. പിന്നീട് ഷെറിൻ്റെ എടുക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് DGP ആയിരുന്നപ്പോൾ ഷെറിൻ്റെ ഇഷ്ടാനുസരണം പരോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ച് ചോദ്യം വന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ പരോൾ അനുവദിക്കാഞ്ഞതിൻ്റെ പേരിൽ. ഷെറിൻ പറയും സെലീം കുമാരി മേഡത്തിനോട് കുഞ്ചി പറയും എനിക്ക് ബിരിയാണി വേണമെന്നാണ്. അപ്പോൾ ബിരിയാണി പാഴ്സലെത്തും. ജയിലിൻ്റെ പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളുള്ളവരാണ്. നമ്മളൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങളാണ് ജയിലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലേ? പണവും മേലുദ്യോഗസ്ഥൻ വരുന്നു അല്ലേ, ഇവരെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇതിലിപ്പോൾ ആരെങ്കിലും പരാതിപ്പെട്ട ആരെങ്കിലും എതിർത്ത് പറയാ ചെയ്താൽ അവരെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ അതും വേറൊരു വഴി. അതുകൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഒരുപാട് കാമുകന്മാരുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോരുന്ന സ്ഥിതിക്ക് പിന്നെ ആ സ്വത്തിനോട് ആക്രാന്തം കൂത്തിട്ടില്ല അയാളെ കൊന്നത്. അവർക്ക് മാനസാന്തരം വന്നൊക്കെയാണല്ലോ പറയുന്നത്. മാനസാന്തരം വരുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ള പ്രതികളെ ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാം. അവരൊതുങ്ങി കൂടിയിട്ടൊന്നല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. അവരവിടെ ഫ്രീ ബേഡായിട്ടാണ് ജീവിക്കുന്നത്. ജയിലിലായാലും പുറത്തായാലും ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതം അവിടെ പ്രസക്തമല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ ശരിക്കും അയാളും കുറ്റക്കാരനാണ്. അപ്പോൾ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടാണ്. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല, പാടില്ലല്ലോ അല്ലേ? ഇല്ല, പാടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ഇദ്ദേഹം ഷെറിനെ കാണാനും DIG ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഷെറിൻ പറഞ്ഞു.